മൂന്നാം തവണ യേശു പത്രോസിനോട് ചോദിക്കുമ്പോൾ പത്രോസ് പറയുന്നുണ്ട്, നീ എല്ലാം അറിയുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്നും അറിയുന്നു. മനുഷ്യരെ പറ്റിക്കാൻ, ദൈവത്തെ ഒരിക്കലും പറ്റിക്കാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത്, നീ എല്ലാം അറിയുന്നു. നമ്മൾ ഈ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ ന്യായീകരണങ്ങളും അതുപോലെ കുറേയേറെ കാര്യങ്ങളുമായിട്ടൊന്നും പ്രാർത്ഥിക്കാൻ വേണ്ടി വരരുത്. അതുകൊണ്ടാണ് ഞാൻ വരാഞ്ഞത്. ആ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ്, അങ്ങനെയാണ്, അവർ ചെയ്തതുകൊണ്ടാണ്. ദൈവമെല്ലാം അറിയുന്നതെന്ന് മനസ്സിലാക്കുക. അതാണ് ആ ബോധ്യം പത്രോസിന് കിട്ടി എന്നുള്ളതാണ്. ഞാൻ എന്തോരം സ്നേഹിക്കുന്നുണ്ട്, എൻ്റെ ഹൃദയത്തിനുള്ളിൽ എൻ്റെ ദൈവത്തെ എത്രയധികം ആഴപ്പെട്ട് സ്നേഹിക്കുന്നുണ്ട്, എത്ര തീഷ്ണതയുണ്ട്. ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥനയുടെ ആഴം എന്തോരമുണ്ട് എന്നെല്ലാം എൻ്റെ തമ്പുരാൻ അറിയാം. എൻ്റെ ചിന്ത എങ്ങടാ പോണേ, എൻ്റെ മനസ്സിലെ വികാര വിചാരങ്ങൾ ഇപ്പം എന്താണ് നടക്കുന്നത്, ഇതൊക്കെ എൻ്റെ കർത്താവിനറിയാം. അതുകൊണ്ട് പത്രോസ് പറഞ്ഞു, നീ എല്ലാം അറിയുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്നും അറിയുന്നു. ദൈവസന്നിധിയിൽ എല്ലാം അറിയുന്നവൻ്റെ മുമ്പിലാണ്. ഈ കുമ്പസാര കൂട്ടി പോകുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, എല്ലാം അറിയുന്നവൻ്റെ മുമ്പിലാണ് നമ്മൾ മുട്ടുകുത്തുന്നത്. എല്ലാം അറിയുന്ന എൻ്റെ കർത്താവിൻ്റെ മുമ്പിൽ അവിടെ നിൽക്കുമ്പോൾ പിന്നെ കുറേ ന്യായീകരണങ്ങൾ, ഭർത്താവ് കാരണമാണ് ഞാൻ ചെയ്തത്, ഭാര്യ കാരണമാണ്, അവർ കാരണമാണ്, കുമ്പസാരക്കാരനെ ആയിരിക്കുന്ന വൈദികനെ നമുക്ക് പറ്റിക്കാം. പക്ഷേ എല്ലാം അറിയുന്ന ദൈവത്തെ നമുക്ക് പറ്റിക്കാൻ പറ്റുമോ? അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, ദൈവമേ പാപിയാണ്, ഏറ്റുപറയാൻ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് ഏറ്റുപറയാൻ നമുക്ക് പറ്റുന്നുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കാം, ആലോചിക്കാം.